ഹലോ ഗെയ്സ്, വെൽക്കം ടു മൈ വിഷു വ്ളോഗ്. അപ്പോൾ വിഷുവിൻ്റെ അന്ന് രാവിലെ കാശിക്കുട്ടിനെ കണി കാണിപ്പിക്കാൻ കേട്ടോ. ഞങ്ങളെല്ലാവരും കണി കണ്ട് കഴിഞ്ഞു. കണി കാണലും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇറങ്ങിയത് പുറത്തിറങ്ങി 2-3 പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇന്നലെ കത്തിച്ചതിൻ്റെ ബാക്കി രാവിലത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ചേട്ടനാണ് കേട്ടോ പടക്കമൊക്കെ പൊട്ടിക്കുന്നതിൻ്റെ ആള്. നമ്മളിങ്ങനെ വിട്ടു നിന്ന് കാണുന്നത് മാത്രം. കാരണം നമുക്ക് പേടിയാണ് കേട്ടോ പടക്കം പൊട്ടിക്കാനൊക്കെ. ഞങ്ങൾ കമ്പിത്തിരി കത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ നമുക്ക് എടുത്തേക്ക് പോയിട്ടൊക്കെ കത്തിക്കാൻ ഭയങ്കര പേടി. ഇതൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയിലാണ് കേട്ടോ കത്തുക മുകളിൽ പോയിട്ട്. പക്ഷെ എടുത്ത് നിന്ന് കത്തിക്കാൻ നല്ല ധൈര്യം വേണം. ഞങ്ങളടുത്ത് എപ്പോഴും വിട്ട് നിൽക്കാൻ തന്നെ പറയാറുള്ളൂ കേട്ടോ. പെട്ടെന്ന് എന്തെങ്കിലും തട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാവാൻ വിട്ട് നിൽക്കുന്നത്. പക്ഷേ കുത്തിരിയൊക്കെ കത്തിക്കാൻ ഞങ്ങൾക്ക് അറിയാം, എന്നാലും കത്തിക്കലില്ല കേട്ടോ. പണ്ടെപ്പോഴോ കത്തിച്ചെന്ന് മാത്രം. മുകളിൽ പോയിട്ട് വിരിയുന്ന ടൈപ്പിലൊരു പടക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് ഒരു 5-5:30 ആയിരുന്നു കേട്ടോ സമയം. നമ്മളെ വീട് അമ്പലത്തിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പാട്ട് വെച്ചാലൊക്കെ നമുക്ക് നേരെ കേൾക്കാട്ടോ. ഇവിടുന്ന് ഒരു 3 മിനിറ്റ് നടക്കേണ്ട ദൂരമുള്ള അമ്പലത്തേക്ക്. അപ്പം അമ്മ രാവിലെ ഒരു 5:30 ആവുന്ന സമയത്ത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിഷു കൈനീട്ടം കൊടുക്കാൻ തുടങ്ങും അമ്പലത്തിൽ. അത് വാങ്ങിക്കാൻ വേണ്ടി പോകുമായിരുന്നു. പിന്നെ നമ്മൾ ഇന്നലെ രാത്രി തന്നെ അടയൊക്കെ പരത്തിയിട്ട് വേവിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന്നൊക്കെ ഒരെണ്ണം എടുത്ത് കഴിച്ചു. ഞാൻ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ഇട്ടു. നല്ല വെയിലല്ലേ, അപ്പോൾ നമുക്ക് എന്നും ഇപ്പോൾ സ്കിൻ കെയർ ഇട്ടിട്ടില്ലെങ്കിലാണ് കേട്ടോ എന്തോ ഒരു കുറവ് പോലെ ഫീൽ ചെയ്യാറ്. അത് എന്നിട്ട് ശീലമായിട്ടാണ് തോന്നുന്നു. പിന്നെ നമുക്കിനി കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാനുണ്ട് കേട്ടോ. അതൊക്കെ കട്ട് ചെയ്തെടുത്ത് വേഗം കുളിച്ച് വരികയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇതേ എൻ്റെ കസിൻസിൻ്റെ എൻട്രി. ഇതാരാന്ന് വെച്ചാൽ അമ്മയുടെ കുട്ടികളാണ് കേട്ടോ. ഇവർ 3 ഇതിൽ പോയിട്ട് അമ്പലത്തിൻ്റെ അടുത്താണല്ലോ നമ്മളെ വീട്. അപ്പോൾ നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കൈനീട്ടൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ്. മേടിക്കാനും കൊടുക്കാനും ഒക്കെ കൂടെ വന്നതാണ് കേട്ടോ. ഇത് മേമയാണ്. അപ്പോഴത്തേക്ക് ഞാൻ എന്താ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ നമ്മളെടുത്തുള്ള ഗോവിന്ദപുരത്തെ അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ കൃഷ്ണനാണ് വിഗ്രഹം. അപ്പോൾ വിഷു പ്രമാണിച്ച് കണ്ണനെ കാണാൻ പോകുന്നത് നല്ലൊരു കാര്യമല്ലോ. അപ്പോൾ ആദ്യം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയി അതിന് ശേഷം നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പം അങ്ങനെ കസിൻസ് 3 ഞാനും മല്ലിയും കാശിയും ജീഷേട്ടനും ആണ് കേട്ടോ അമ്പലത്തിലേക്ക് പോകുന്നത്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം. പക്ഷെ നമുക്ക് ഇവിടെ പോയിട്ട് വേണം നമുക്ക് കുറച്ച് ദൂരെയുള്ള അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി. അതാണ് കേട്ടോ കാറിൽ വന്നത്. നല്ല ചൂടല്ലേ, അപ്പോൾ കാശിക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഇങ്ങനെ വെള്ളം കൊടുക്കാറുണ്ട് കേട്ടോ കുപ്പിയിലാക്കിയിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ നാട്ടിലെ അമ്പലം. ഇതാണ് തട്ടകത്തിലെ കാവ്. കാശിക്ക് ചെറിയൊരു ക്ഷീണം പോലെ രാവിലെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ കുട്ടി ഭയങ്കര ഉഷാറായിരിക്കുന്ന ആളാണ്. ഇന്ന് എന്തോ ചെറിയൊരു ക്ഷീണം. അവൻ്റെ ആദ്യത്തെ വിഷു ആണല്ലോ, അപ്പോൾ നമുക്ക് അമ്പലത്തിൽ നിന്ന് തൊഴിച്ച് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അമ്പലമൊക്കെ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂക്കൾ വെച്ചും ഇതേ കണിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. അല്ലി ഇതേ അവിടെ സൈഡിൽ പോയിട്ട് പഞ്ചാടിക്കുരു വാരിയാണേ. അപ്പം ഞങ്ങളങ്ങനെ വലം വെച്ചിട്ട് പിന്നെ പ്രസാദമൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് നേരെ ഗോവിന്ദപുരത്തെ അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് കൈനീട്ടമായിട്ട് 5 രൂപ കോയിൻസ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവരോട് കുറച്ച് നേരം നമ്മൾ സംസാരിച്ചു അവിടെ നിന്നിട്ട്. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. എല്ലാവരും നേരത്തെ വന്ന് പോയിട്ടുണ്ടാവും. കാശിയാണെങ്കിൽ ഉറക്കം തന്നെയാണ് കേട്ടോ. ഇന്നലെ രാത്രി പടക്കത്തിൻ്റെ ഒച്ചയൊക്കെ കേട്ടിട്ട് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്നിങ്ങനെ ഉറങ്ങുന്നത്. ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയ കൈനീട്ടം. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ വന്ന സ്ഥിതിക്ക് എല്ലാവരും ട്രഡീഷണൽ വെയർ ആണല്ലോ, അപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ചെറുതായിട്ട്. പിന്നെ കുട്ടികളെ കയ്യിലാവട്ടോ എപ്പോഴും കാശിയും അല്ലിയും. അവരോട് നല്ല കമ്പനി ആയതുകൊണ്ട് തന്നെ ഇവർ കൂടെ അങ്ങ് ഇരുന്നോളും. അല്ലിയാണെങ്കിലും കേട്ടോ. കാശിക്ക് പിന്നെ പരിചയക്കുറവൊന്നുമില്ല. അവൻ ഇതേ ഫോണിലേക്കൊക്കെ നോക്കിയിട്ട് ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ നല്ല പോസിംഗ് ആണ്. അങ്ങനെ നമ്മളെല്ലാവരും ഓരോരോ വർത്താനെല്ലാം പറഞ്ഞിട്ട് അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അലിയുടെ മുടി ചെറുതായിട്ടൊന്ന് വെട്ടി കളർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. അതാണ് നേരത്തെ കണ്ടത് നിങ്ങൾ. അവിടെ എത്തിയപ്പോൾ എന്തോരം തിരക്കായിരുന്നു എന്ന് അറിയും. നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. വണ്ടിയൊക്കെ കുറേ ദൂരമായിട്ടാണ് പാർക്ക് ചെയ്തിട്ടുള്ളത് എല്ലാവരുടെയും. ഇത്രയും ജനങ്ങളാണ് ഇന്നിപ്പോൾ വിഷു പ്രമാണിച്ച് അമ്പലത്തിലേക്ക് എത്തിയിട്ടുള്ളത്. നമ്മളും അങ്ങനെ വണ്ടിയിൽ വന്നിറങ്ങി അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർക്ക് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നടക്കാനുണ്ടാവും കേട്ടോ. ഗുരുവായൂർ ഏകാദശിയുടെ അന്ന് ഇവിടെ ഭയങ്കര ആഘോഷമായിരിക്കും കേട്ടോ. അന്നാണ് ഞാൻ ഇവിടെ കാര്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇപ്പോൾ ഇത് ഇന്നാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടുന്ന് നമുക്ക് കൈനീട്ടം കിട്ടിയായിരുന്നു കേട്ടോ. നല്ലൊരു 1 രൂപ കോയിനാണ് കിട്ടിയത്. പിന്നെ എൻ്റെ വീടിൻ്റെ അവിടെയുള്ള നെയ്ബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരോടും കുറച്ച് നേരം സംസാരിച്ചു. അല്ലിക്കുട്ടൻ കുറച്ച് നേരം ക്യൂ നിന്നതും ഇതേ അല്ലിക്ക് ദാഹിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം അങ്ങനെ കാശിയുടെ വെള്ളം എടുത്ത് കുടിക്കുകയാണ് അവൾ. ഇതാണ് അമ്പലം. പിന്നെ നമ്മൾ നേരെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്, വീട്ടിലേക്ക് പോവുകയാണ്. അതിനിടയ്ക്ക് അല്ലി വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ സ്വന്തമായിട്ട് ഇത് എന്തൊക്കെയാണ് ക്യാപ്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. എപ്പോഴും ഞാൻ ഫ്രണ്ടിലിരിക്കുന്ന സമയത്ത് അവൾക്ക് ഇങ്ങനെ വർത്താനം പറയും കേട്ടോ. ഇപ്പോഴും ഇതാ ഓരോന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോയി വന്നപ്പോഴത്തേക്കും അമ്മ ഇതെല്ലാം റെഡിയാക്കി വിഭവങ്ങളാണ് നമുക്ക് വിഷു പ്രമാണിച്ചുള്ളത്. മത്തനും പയറും, അവിയൽ, കേബേജ് ഉപ്പേരി, പപ്പടം, അച്ചാറ്, സാമ്പാർ വിഭവങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇന്ന് പ്രത്യേകിച്ച് ഗസ്റ്റും കാര്യങ്ങളും അങ്ങനെ നമ്മളെല്ലാവരും നമുക്ക് മാത്രം കഴിക്കാനുള്ള രീതിയിൽ ചെറിയ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ. അല്ലിക്കാണെങ്കിൽ സാമ്പാർ ഒന്നും ഇഷ്ടമല്ല കേട്ടോ. കുട്ടി ഇപ്പോഴും മോരോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഉപ്പോ ചേർത്ത് മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ. എന്നാൽ ഈ ശീലങ്ങളൊക്കെ ഒന്ന് മാറുക. കുറച്ച് മെച്ചുവേർഡായി കഴിഞ്ഞാൽ മാറുണ്ടാവില്ലേ. അതിനിടയിൽ കാശിക്ക് ചെറിയൊരു രീതിയിൽ പനി വന്നു. അപ്പോൾ അവന് പാരസെറ്റമോൾ സിറപ്പ് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ചേട്ടൻ. പിന്നെ കഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്നത് എൻ്റെ അമ്മയുടെ വീട്ടിലേക്കാണ്. ഇത് അമ്മച്ചനാണ് കേട്ടോ. എന്നെ കണ്ടതും കൈനീട്ടം എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അങ്ങനെ ഇക്കും അല്ലിക്കും കാശിക്കൊക്കെ കൈനീട്ടം കിട്ടി. കുട്ടികൾക്ക് കിട്ടിയതൊക്കെ എനിക്ക് തന്നെയാണ്. അത് വേറൊരു കാര്യം. കാശിക്ക് അറിയില്ലല്ലോ
ന്യൂ ബോൺ ബേബീസ് ഉള്ളവർക്ക് മൊത്തം അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. എല്ലാവരും കാശിക്ക് കൈനീട്ടം കൊണ്ടേ കൊടുക്കായിരുന്നു കേട്ടോ. അമ്മമ്മ, അമ്മച്ചൻ, മാമ, മേമ എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് ഇന്നലെ തന്നെ കെട്ടി ബോധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അനിയനാണെങ്കിൽ നമുക്ക് ഗൂഗിൾ പേയിൽ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ കുട്ടികളുടെ കൈനീട്ടൊക്കെ ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട് ഗെയ്സ്. ഞാൻ എടുക്കുന്നില്ല കേട്ടോ. കുട്ടിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണമെന്നാണ് വിചാരിക്കുന്നത്. അവന് കിട്ടിയതും കൊണ്ട്. ഇത് മേമയാണ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് പരസ്പരം കൈനീട്ടൊക്കെ മാറിയിട്ട് മറിച്ചിട്ടൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കാല് പിടിക്കലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലി പറയുന്നുണ്ട് എല്ലാവരോടും ഞാൻ നിങ്ങൾക്ക് കൈനീട്ടം തരാം, എൻ്റെ കാല് പിടിക്കുന്നൊക്കെ മേമേനോടും എല്ലാവരോടും പറയുന്നുണ്ട്. ഇവള് ഇതിനിടയ്ക്ക് എല്ലാവരോടും പറയുന്നുണ്ട്. പിന്നെ അത് അമ്മമ്മയാണ്. അമ്മമ്മയ്ക്ക് ആദ്യമായിട്ട് പെൻഷൻ കിട്ടിയിട്ടാണ് ഈ മാസം. അപ്പോൾ ഞങ്ങൾക്ക് പേരക്കുട്ടികൾക്ക് എല്ലാവർക്കും കൈനീട്ടം തന്നിട്ടുണ്ടായിരുന്നു. മേമതേ കാശിനെ കണ്ടത് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ കുറച്ച് ദിവസമായിട്ട് കണ്ടിട്ട് അപ്പോൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മേമയുടെ കുട്ടികളെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവരൊരു 10-11 മണിയാകുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് മാമേനാണ്. മാമ പിന്നെ വ്ളോഗിൽ ഒരിക്കലും കാണരുത്, അത് എന്നെ കാണിക്കരുത് പറഞ്ഞിട്ട് മുഖം ഇങ്ങോട്ട് തിരിക്കണമെന്നല്ല കേട്ടോ, അങ്ങോട്ട് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ രീതിക്കൊക്കെ. മാമ അത് അറിഞ്ഞിട്ടില്ല. ഞാൻ ഇവിടുന്ന് പോവാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങളോട്. പിന്നെ അവരെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഞാൻ കഴിച്ചത് ഇപ്പോൾ ഇറങ്ങിയതല്ലേ ഉള്ളൂ, അപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ അമ്മായിയുടെ തറവാടാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. മുകളിൽ തട്ടിൻ പുരയൊക്കെ ഉള്ള ആ ഒരു ടൈപ്പ് വീടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല തണുപ്പാണ് ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. മാമൻ്റെ ഭാര്യയുടെ വീടാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നല്ലൊരു പ്രൈവസിയാണ്. ഇവിടെ ആരും ഉണ്ടാവില്ല. അവർ തൊട്ട് ബാക്കിലായിട്ട് വേറെ പുതിയ വീട് വെച്ച് മാറിയിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ അവിടെയാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇത് മാമൻ്റെ കുട്ടിയാണ് കേട്ടോ, അനു. അവളിപ്പോൾ 2nd സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൾക്ക് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ എടുക്കുമ്പോൾ അല്ലിക്കുട്ടി അനുവും കൂടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വീടിൻ്റെ തൊട്ട് ബാക്കിൽ ഇങ്ങനെ ചെറിയൊരു കൃഷി ആവശ്യങ്ങൾക്കായി പോകുന്ന തോടുണ്ട്. അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗെയ്സ് നമ്മുടെ വിഷു.